പട്ടാഴി അമ്പല ദർശനത്തിന് ശേഷം നേരെ ഞങ്ങൾ പോയത് കൊട്ടാരക്കര ഗണപതിയെ വണങ്ങാനാണ്. അവിടുത്തെ ദർശനം കഴിഞ്ഞ് ആ ഉണ്ണിയപ്പവും കഴിച്ച് നേരെ പുനലൂർക്ക് വിട്ടു. സൗദിയിൽ സേവനം ചെയ്തിരുന്ന, ഇപ്പോൾ പുനലൂരിൽ പോയനിൽ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്ന സോമൻ ഡോക്ടറെ കാണുക എന്നതാണ് ലക്ഷ്യം. സൗദിയിൽ നിന്നും പോന്നിട്ട് കുറെ വർഷമായെങ്കിലും ഇപ്പോഴും ബന്ധം നിലനിർത്തുന്ന അപൂർവം ചില നല്ല മനസ്സിന് ഉടമയാണ് സോമൻ ഡോക്ടർ. അവിടെ എത്തിയപ്പോൾ പെരിന്തൽമണ്ണക്കാരിയായ ചന്ദ്രിക ചന്ദ്രൻ എന്ന ഒരു വനിതാ ഡോക്ടറെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞു. പാലക്കാട് നിന്ന് യാത്ര തിരിക്കുമ്പോൾ തന്നെ പുനലൂരിലെ ഒരു അത്ഭുതം കാണിച്ചു തരാമെന്ന് ബൈജുവിന്റെ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. പുനലൂർ തൂക്കുപാലം. അവിടെ എത്തിയപ്പോൾ തിരക്ക് കാരണം ബൈജുവിനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. എന്നെ പാലം തുടങ്ങുന്ന സ്ഥലത്തിറക്കി പുള്ളി പാലത്തിന്റെ മറ്റേ അറ്റത്ത് കാത്തുനിന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച പാലം ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. വർഷങ്ങളായി ആ വഴിക്ക് പോകാറുണ്ടെങ്കിലും ഇപ്പോഴാണ് പാലം കാണാനുള്ള അവസരമുണ്ടായത്. ശരിക്കും യൂറോപ്പിൽ ചെന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. പുനലൂർ വഴി പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പുനലൂർ തൂക്കുപാലം. വടക്കു നിന്നും തിരുവനന്തപുരം റോഡ് മാർഗം പോകുന്നവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന റൂട്ടായതിനാൽ ഒരു അരമണിക്കൂർ ചിലവാക്കിയാൽ തൂക്കുപാലം കാണാവുന്നതേയുള്ളൂ. ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പാലക്കാടേക്ക് മടങ്ങേണ്ടതിനാൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരികെ പട്ടാഴിയിലേക്ക് മടങ്ങി. യാത്രകൾ തുടരും.